റിച്ച് ആയിട്ടുള്ള ഒരു റൂമായിട്ട് മാറിയുണ്ട്, ലിവിംഗ് ആക്കി മാറിയുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഈ രീതിയിലേക്ക്. അപ്പൊ നമുക്ക് ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇമേജ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റിനെ ഡിസൈൻ ആക്കുന്ന ഇതാണ് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്താണ്, അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത് കൊടുത്തു, ഓൾഡ് എം ഡി ലിവിംഗ് റൂം പ്ലെയിൻ ക്രീം വാൾ എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അതൊരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പ്രോംപ്റ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജനറേറ്റ് ചെയ്ത് വന്നു. ഈ ജനറേറ്റ് ചെയ്ത് വന്നതിനകത്ത് നമ്മൾ എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൂളിലേക്ക് നമ്മൾ പോകുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് ടൂളിലേക്ക് ആ ഇമേജ് ലോഡായി. ഇനിയിപ്പോൾ നമ്മൾ റീഡിസൈനിൽ പോയിട്ട് നമുക്ക് ഈ ഇതിന്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വേണ്ടതെന്നാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു പഴയ എം ഡി ലിവിംഗ് റൂമിനെ ഒരു ലക്ഷറി മോഡേൺ ലിവിംഗ് സ്പേസ് ആക്കി മാറ്റിയിട്ട് അതിൻ്റെ അകത്തൊരു എൽ ഷേപ്പിലുള്ള സോഫയും ഒരു LED സ്ട്രിപ്പുള്ള വുഡൻ പാനലും മാർബിൾ ഫ്ലോറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഒരു പ്രീമിയം ആയിട്ടുള്ള TV യൂണിറ്റ് വേണം, അതുപോലെ ഫ്ലോർ ടു സീലിംഗ് കട്ടൺ വേണം, ലക്ഷറി ഒരു ഹോട്ടൽ സ്റ്റൈൽ എന്നിവ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ളത് വേണം എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ പോയിട്ട് ജനറേറ്റ് കൊടുക്കാം. അപ്പൊ നമുക്കതിനെ ആ ഓർഡിനറി റൂമിനെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു റൂമായിട്ട് മാറിയുണ്ട്, ലിവിംഗ് ആക്കി മാറിയുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഈ രീതിയിലേക്ക് വ്യത്യാസം വന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഈ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലേക്ക് ആക്കും. അതാണ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ്, അതായിരുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ HD ആക്കണമെങ്കിൽ HD ആക്കാം. ജസ്റ്റ് HD എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് HD കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതിപ്പോൾ HD വന്നു. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ 2.3 MB ആണുള്ളത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ക്വാളിറ്റി ഉള്ള രീതിയിലേക്കാണ് വന്നേക്കുന്നത്. നമുക്കത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് അതിനകത്ത് വീഡിയോ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്യാം. ജസ്റ്റ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള 11 ടൈപ്പ് വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. പിന്നെ ഏതാണ് വേണ്ടതെന്നുള്ളത് മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് കിട്ടിയേക്കണ ഇമേജ് ഇതായിരുന്നു, 2.3 MB ഉള്ള ഇമേജ് ആയിരുന്നു. അങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത്. കണ്ടോ, ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമുക്ക് കമേഴ്ഷ്യൽ ലൈസൻസ് ഉള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിനകത്ത കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത ഇമേജാണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ വരും. ഈ രീതിയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വാഗത്രൂ വീഡിയോ വരത്തില്ല, ഇതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വ്യൂ വരും. കണ്ടല്ലോ, ഇതേപോലത്തെ ഒരു ആംഗിളുള്ള 11 ആംഗിളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് നമ്മൾ വീഡിയോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, 11 ആംഗിൾ, 1 2 3 4 5 6 7 8 9 10 11. ഈ 11 ആംഗിളിൽ ഏത് വേണമെങ്കിലും നമുക്ക് വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ടൂളിന്റെ ഒരു പ്രത്യേകത. ഈ ടൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 24 ടൂളുകളാണ് നമ്മൾ മലയാളത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുകയും ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെയും തരിക. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.